Hi, hello guys, welcome back to my channel Dog from Universe. Hope you guys all are going very good and awesome. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വീഡിയോയിൽ നമ്പർ കാണുന്നതാണ്. ഓക്കെ, സോ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ വർഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിനെപ്പറ്റി റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നൊരു നെക്സ്റ്റ് ഒരു റീഡിങ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. അതായത് നിങ്ങളുടെ ഒരു പേഴ്സൺ, നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ എന്നുള്ളൊരാൾക്ക് വേണ്ടി അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അവരുടെ ലൈഫിൽ എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, ഏത് വഴിയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു ജെനുവിനായിട്ടുള്ള ഒരു തീരുമാനം അവർ എടുത്തിട്ടുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഇതിൽ അവരെടുത്തേക്കുന്ന ഡിസിഷൻ എല്ലാം തന്നെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളതാണ്. കാരണം ഇതിൽ ഞാൻ കാണുന്ന മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു തേർഡ് പാർട്ടി, അതൊരു തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ സംതിങ് ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് ഒന്ന് പോയതാണ്. ഒരു വലിയ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഇഷ്യൂസ് ആണെങ്കിൽ പോലും നിങ്ങളൊരു പേഴ്സൺ എന്തോ ഒരു മനസ്സിൻ്റെ താളം തെറ്റി അങ്ങ് പോയത് എന്നുള്ളൊരു ഇതാണ് കാണുന്നത്. അവർക്ക് അതിൽ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ അടുത്ത് പോയ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമൊന്നും അവിടെ ഇല്ല, ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. അവരാഗ്രഹിക്കുന്ന ഒരു വാല്യൂ എന്ന് മാത്രമല്ല എന്നെ പറയാം, എന്താ പറയുക, അവരെന്താണ് അവരുടെ ലൈഫിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തൊക്കെയാണ് കിട്ടിയിരുന്നത്. മേ ബി അതൊരു ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിൽ, ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിൽ അവർ അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റബിൾ ആയിരുന്നു. കാരണം ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ് എന്നവർ മനസ്സിലാക്കുന്നത്. പക്ഷേ അതങ്ങനെയല്ല. നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയിരുന്ന ഒരു എക്സ്പീരിയൻസും അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങൾ ഭയങ്കര കെയറിങ് ആയിരുന്നു, നർച്ചറിങ് ആയിരുന്നു, അങ്ങനെ പോയിക്കൊണ്ടുന്ന ഒരാളായിരുന്നു. അവിടെ എന്ന് പറയുന്നത് ലൈക്ക് ഒരു ഈക്വൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടോ അവിടെ നിന്ന് അങ്ങോട്ടുണ്ടോ, ഇവിടെ നിന്നുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ എന്നുള്ളത്. അതായത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ചെയ്താൽ മാത്രം നിങ്ങളുടെ പേഴ്സൺ കെയർ കൊടുക്കുന്നുണ്ടോ, ഈ പേഴ്സൺ കെയർ കൊടുക്കും. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കുക്കിംഗ് ആയാലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ ചെയ്യും. ലൈക്ക് അങ്ങനെയുള്ള ഒരു ഒരു കോമ്പറ്റീഷൻ എന്നും പറയാൻ പറ്റത്തില്ല, ഒരു ഈക്വലായിട്ട് അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഒരാൾക്ക് ഒരാളൊരു കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഇത് എൻ്റെ ഒരു പേഴ്സണാണ്, എനിക്കുള്ളതാണ്, അവിടെ ഒരു കൂടുതൽ കെയർ, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മനസ്സുകൊണ്ട് ഡീപ്പായിട്ടുള്ളൊരു ഇഷ്ടം, അങ്ങനെയൊന്നും ഞാനിവിടെ കാണുന്നില്ല. അതൊക്കെയാണ് ഇവരവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പേഴ്സൺ എന്ന് പറയുന്നത് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളടുത്ത് അധികം ഭയങ്കരമായിട്ടുള്ള ജെന്യൂനിറ്റി ഞാൻ കാണുന്നുണ്ട്. അതിന് ഓപ്പണായിട്ട് പറയാം, ഭയങ്കര ജെന്യൂനിറ്റി കാണുന്നുണ്ട്. അവർക്കിനി ഒരിക്കലും നിങ്ങളല്ലാതെ വേറൊരു പേഴ്സൺ അവരുടെ ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം ലെസൺസ് അവർക്ക് ഈ ഒരു ചെറിയ ഒരു ടൈം കൊണ്ട്, മേ ബി കുറച്ച് പേർക്ക് ചെറിയൊരു ടൈം കൊണ്ടിരിക്കാം ഒരു പേഴ്സൺ നിങ്ങളുടെ നിന്ന് പോയത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലൈഫിൽ റിയലൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് തെറ്റ്, എന്താണ് ശരി എന്നുള്ളത് അവരവിടെ റിയലൈസ് ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൺസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ജെന്യൂനിറ്റി കാണുന്നുണ്ട്. ജെന്യൂനിറ്റി, അതിലുപരി സ്നേഹം നിങ്ങളുടെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സംതിങ് ഇൻട്രപ്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരെണ്ണം വരണം, ഇങ്ങനെ ഒരു പ്രശ്നം വരണം എന്നുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു പേഴ്സൺ ഇങ്ങനെ കുറച്ച് പാഠങ്ങൾ പഠിക്കണം, അവർക്ക് അതിൽ നിന്ന് കുറച്ച് ലെസൺസ് കിട്ടണം, അവർ കുറച്ച് കാര്യങ്ങൾ നേരിടണം എന്നുണ്ടായിരുന്നു. കാരണം വൺസ് ഇതിൽ കുറേ പേരുടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഇത് തന്നെയാണ്. നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത്, നിങ്ങൾ ആരുടെ കൂടെ ആയിരുന്നു മുമ്പ്, ആ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നു, ഇതാണ് നിങ്ങളൊരു ഡെസ്റ്റിൻ പാർട്ണർ. സോ നിങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ ലൈഫിൽ പോകുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം വരുന്ന സമയത്ത് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട്. സോ അതിന് മുന്നേ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ആവുകയും അതിൽ നിന്ന് ഈ ഒരു പേഴ്സൺ പാഠം പഠിക്കുകയും ചെയ്യണം എന്നുള്ളത് വിധിപ്രകാരം അങ്ങനെ നടക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങളൊരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും മുന്നോട്ട് പോകുമ്പോഴുള്ള ലൈഫിൽ അവിടെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും കാണത്തില്ല. സോ അതിൽ നിങ്ങൾ ദൈവത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ് ചെയ്യാനുള്ളത്. കാരണം മുന്നോട്ട് പോയ സമയത്ത്, അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, ഒരു സപ്പോർട്ടും ഇല്ലാതെ. കുറേ പേർക്ക് മാരേജ് കഴിഞ്ഞിട്ട് പ്രശ്നം കാണുമായിരിക്കും, കുറേ പേർക്ക് മാരേജിന് മുന്നേ റിലേഷൻഷിപ്പിലായിരിക്കുന്ന ആൾക്കാർ. ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത് അങ്ങനെ അവർക്കും കൂടെ ഉള്ള റീഡിംഗ് ആണ് കേട്ടോ. മോസ്റ്റ്ലി കല്യാണം കഴിയാതെ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് പോയ ആൾക്കാർ. ഓക്കെ, അങ്ങനെയുള്ളവരാണ് ഞാൻ കൂടുതലും പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്കെന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ കല്യാണം കഴിച്ച് പോയാലും മുന്നോട്ട് വേറെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. അതല്ല, കല്യാണം കഴിഞ്ഞ ആൾക്കാർക്കാണ് ഇങ്ങനത്തെ ഉള്ള പ്രശ്നമെങ്കിൽ അവർക്ക് ഇതൊരു ലെസൺ തന്നെയാണ്. തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ബോണ്ടിങ് കൂടുകയും അവിടെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവുകയും നല്ലൊരു സ്നേഹബന്ധം മുന്നോട്ട് പോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്.
ഓക്കെ. ഇപ്പം ആ ഒരു പേഴ്സൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ അവരെന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മാത്രമേ അവർക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് കാണുന്നത്. ഒരു ഗീവ് ആൻഡ് ടേക്ക്, ഒരു എന്താ പറയുക, അവർ വല്ലാതെ മടുത്തു. അവർക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങണമെന്നുണ്ട്. പക്ഷെ അതെങ്ങനെ ഇറങ്ങും എന്നുള്ളൊരു പ്ലാനിങ് ആണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നവർ തീരുമാനിച്ചു. അതിനവിടെ ഒരു പ്ലാനിങ് നടത്തുന്നുണ്ട്. നിങ്ങൾക്കുള്ളൊരു റിലേഷൻഷിപ്പിൻ്റെ നീതി നിങ്ങൾക്ക് താമസിക്കാതെ ലഭിക്കുന്നതാണ്. അതുപോലെ തിരിച്ചു വരികയും ചെയ്യും. കുറച്ച് പേരുടെ പേഴ്സൺസൊക്കെ ഓൾറെഡി തിരിച്ച് വന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്, നല്ല കർമ്മകളൊക്കെ പഠിച്ച്. പക്ഷേ ഇനി വരാനായിട്ടുള്ള ആൾക്കാരുണ്ട്. വരുന്ന സമയത്ത് അവർ നേരത്തെ എങ്ങനെയായിരുന്നു അതിനേക്കാളും വളരെയധികം ശക്തി ആർജിച്ച് വളരെയധികം സ്നേഹത്തോടെ തന്നെയായിരിക്കും മുന്നോട്ട് വരുന്നത്. അതിൽ നിങ്ങൾ വെറീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ. ഞാൻ പറഞ്ഞതുപോലെ ഒരു എൻഗേജ്മെൻറ്റ്, കല്യാണം കഴിയാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്ന ഉടനെ അവർ ചിലപ്പം ഇത്ര റിലേഷൻഷിപ്പിലാകുന്ന സമയത്ത് പോലും ഇത്ര സീരിയസ് ആയിരിക്കില്ല ഒരു കല്യാണത്തെ പറ്റി പറയുമ്പോൾ. പക്ഷേ ഇപ്പോൾ അവർ പെട്ടെന്ന് സഡനായിട്ട് പറയണം ഒരു എൻഗേജ്മെൻ്റ് എങ്കിലും നടത്തി തരണം, എന്തെങ്കിലും ചെയ്യുന്നത്. കാരണം ഇനിയും ഒരു ചാൻസിൽ ഇനി നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അവർ എന്തെങ്കിലുമൊക്കെ ക്വിക്കായിട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലും കൂടെ ആയിരിക്കും ഈ ഒരു പേഴ്സണ് തിരിച്ചു വരുമ്പോഴുള്ളൊരു അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് വേദനയുള്ള സമയമാണ്. നിങ്ങൾ വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള പെയിനിലൂടെ പോകുന്നുണ്ട്. പക്ഷേ ഓഫ് കോഴ്സ് നിങ്ങളൊരു സ്ട്രെസ്സും പെയിനും ഒക്കെ മാറുന്നുണ്ട് ഈ ഒരു പേഴ്സണിലൂടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ പേർക്ക് ഒരു മാരേജ് അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് നിങ്ങളുടെ ഒരു കരിയർ, ഫ്യൂച്ചർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ഹാപ്പി ആയിരിക്കുക, കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കുക, ലൈഫിൽ നിന്നെല്ലാം ക്യൂർ ചെയ്യുക. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ആൾക്കാർ, വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നല്ലൊരു ഗൈഡൻസ് അല്ലെങ്കിൽ നല്ലൊരു മെസ്സേജാണുള്ളത്. നിലവിൽ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഭയങ്കര നല്ല രീതിയിൽ സോർട്ടായി പോവുകയും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരികയും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതിനെ എടുത്തെടുത്ത് പറയുന്നത്, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്നും അത് കൊണ്ടുപോകണമെന്നും അതിയായിട്ട് നിങ്ങളൊരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. സോ ആ ഒരു പേഴ്സൺ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഒരു മാനിഫെസ്റ്റേഷന് ബ്രേക്ക് ഒന്നും വരുത്തരുത്. ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ പോലും ചെറിയൊരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒന്നും വരാതിരിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ വരുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ ഭയങ്കരമായിട്ട് റഷായിട്ട് നീ അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ അങ്ങനെയുള്ളൊരു ആർഗ്യുമെൻറ്റ്സും പ്രശ്നത്തിനൊന്നും പോകാണ്ടിരിക്കുക. നല്ലൊരു റിലേഷൻഷിപ്പിൽ തന്നെ മുന്നോട്ട് പോവുക, ഹാപ്പി അവർ ആഫ്റ്റർ ആയിട്ട്. കാരണം അവർ ഓൾറെഡി അവരുടെ ഒരു കർമ്മയാണെങ്കിൽ അവരുടെ ലെസൺസ് ആയാലും അവർ അവിടെ നിന്ന് ഒരുപാട് പഠിച്ചു, വേദനിച്ചു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നിങ്ങൾ എങ്ങനെയാണോ വേദനിച്ചു അതിൻ്റെ ഇരട്ടിക്ക് അവരവിടെ വേദനിച്ചു. പക്ഷേ ഇപ്പോൾ അവർക്ക് റിയലൈസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്ന സമയത്താണെങ്കിൽ പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്കത് വേണം, ഈ ഒരു പേഴ്സണെ തന്നെ വേണം എന്നുള്ളൊരു മാനിഫെസ്റ്റ് ചെയ്തു ആ ഒരു പേഴ്സണെ തിരിച്ചു വരുത്തിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അതല്ല, നന്നായിട്ട് ലൈഫിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നല്ലപോലെ മാനിഫെസ്റ്റ് ചെയ്യുക. ആ പേഴ്സൺ തിരിച്ചു വരാനായിട്ട് നല്ലപോലെ ആഗ്രഹിക്കുക. അതിലൊരു നെഗറ്റിവിറ്റി വരുത്താതിരിക്കുക. വന്നതിന് ശേഷം നല്ല പീസ്ഫുള്ളായിട്ട് അടിപൊളിയായിട്ടുള്ള ലൈഫ് മുന്നോട്ട് വിഷൻ ചെയ്യുക. മുന്നോട്ട് വരുന്നതിൻ്റെ ലൈഫ് ഇങ്ങനെയായിരിക്കും, നന്നായിട്ട് പോകുന്നുണ്ട്, സക്സസ് ആയിട്ടുള്ള ഒരു ഫാമിലി, ഒരു കുഞ്ഞുങ്ങൾ, ഹാപ്പി ആയിട്ടുള്ള ലൈഫ്. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് സക്സസ് മാത്രമേ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഭയങ്കര ഒരു ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. ഒന്ന് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ബോണ്ടിങ് കൂടുന്നുണ്ട്. അത് ഒരു നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ ഇതൊരു വേദനയാണെങ്കിൽ പോലും അങ്ങനെ ഒരു ബോണ്ടിങ് കൂടുന്നത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ വരത്തുള്ളൂ. ഓക്കെ, അതിലൂടെ നിങ്ങൾക്ക് സക്സസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോഴുള്ള നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. എല്ലാം സെറ്റ് ആവുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ലൊരു റീഡിംഗ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഫർദർ മോർ എന്തെങ്കിലും ഏഞ്ചൽ മെസ്സേജ് ഉണ്ടോ നോക്കാം. ഓക്കെ, എന്താണ് ഏഞ്ചൽ മെസ്സേജ് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് നിങ്ങൾക്കുള്ളൊരു ഏഞ്ചൽ മെസ്സേജ്? ഓക്കെ, ബ്ലെസ്സിങ്സ് എല്ലാം വരുന്ന, ബ്ലെസ്സിങ് എല്ലാം മേടിക്കാൻ റെഡിയാണോ? മാപ്പ് കൊടുക്കാൻ തയ്യാറാണോ? യെസ്. ഇനി പിടി കൂടുതൽ എന്താ വേണ്ടത്? സ്നേഹം കാണുന്നുണ്ട്, ഇഷ്ടമെല്ലാം കാണുന്നുണ്ട്, മാപ്പ് കൊടുക്കാൻ തയ്യാറാവുക. നിങ്ങൾ എല്ലാത്തിനും നല്ലപോലെ അക്സെപ്റ്റ് ചെയ്യുക. വെറുതെ ഞാൻ പറഞ്ഞില്ലേ, വിളിച്ചു വരുത്തി പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. വെറുതെ എന്തിനാണ് പിന്നെ ഒരു കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു പ്രതികാരം പോലെ.
നല്ലതാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, മോശമാണെങ്കിൽ നിങ്ങൾ അത് ലെറ്റ് ഗോ ചെയ്യുക. എന്ത് തന്നെയാണെങ്കിലും ഫ്യൂച്ചറിൽ വളരെയധികം നല്ലൊരു അബണ്ടൻസ് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.